Yes. Kavya Ji Nath. Good afternoon. Please take a seat. Thank you. Take a seat. Thank you, sir. Kavya Ji Nath എന്താ ഇങ്ങനെ വെച്ചിരിക്കുന്നത്? സാർ പളനിയിൽ പോകുന്നു. നേർച്ചുണ്ട് കഴിഞ്ഞു. അല്ല അതല്ല വിഷമിച്ച് പറയുന്നു. അല്ല ആക്ച്വലി ആൾക്കാർ സ്റ്റെയർ ചെയ്യുന്നോണ്ട് ഞാൻ ക്യാപ്പ് വെച്ചു. അല്ല ക്യാപ്പ് വെക്കേണ്ട ആവശ്യമില്ല. ശരി. അതുകൊണ്ട് ഇതില് നമുക്കൊരു കുഴപ്പമില്ല. നല്ല നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമല്ലേ? ഓക്കെ. കാവ്യ ജി നാഥ് കോട്ടയത്ത് നിന്നുണ്ട്. കോട്ടയം. ഓക്കെ, നിങ്ങളൊന്ന് പരിചയപ്പെടുത്തു. ഇൻട്രോഡ്യൂസ് യുവർ സെൽഫ്. So my name is Kavya Ji Nath. I am 31 years old and I have born in Kottayam district where I have done my schooling. Then I have done my BSc nursing from one of India's prestigious institute, NIMHANS. Then I have 5 years of clinical experience and 1 year of teaching experience. And this is my first DME examination and first attempt of ഇതിൽ ഈ എക്സാമിനേഷനിലെ ഷോർട്ട് ലിസ്റ്റിലെ മെയിൻ ലിസ്റ്റ് ആണോ സപ്ലിമെന്ററി? മെയിൻ ലിസ്റ്റ് ആണ്. എത്ര മാർക്ക് കിട്ടി കാണും? Sir, ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ it was above 40. It was above 40. എത്ര മാർക്കുള്ള ലിസ്റ്റ് ഉണ്ടായിരുന്നു അറിയാം? Cut off was around 39 point something. 39. നിങ്ങൾ 40 വരും. 40 ആണ് ഞാൻ. മൊത്തം എത്ര ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു? Sir, I don't remember. അത് ഒത്തിരി മാസങ്ങളായി. കാൽക്കുലേറ്റ് ചെയ്ത പേപ്പർ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല, നമ്മുടെ 100 ക്വസ്റ്റ്യനിലെ എത്ര ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് ഒരു ഓർമ്മയില്ലേ? 40 ക്വസ്റ്റ്യൻ തന്നെയാണ് ആൻസർ ചെയ്തത്. അല്ല സർ, നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു. അറൌണ്ട് 20 നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു. അറൌണ്ട് 20 നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു. 20 നെഗറ്റീവ്സ് എത്ര മാർക്ക് കുറയും? 1/3. 1 into 1/3. 1/3. 1/3. അപ്പോഴ് 6.66 മാർക്ക് കുറഞ്ഞാവും അല്ലേ? അപ്പൊ നിങ്ങൾ എഴുതി വെച്ച മാർക്ക് അത്രയും പോയി. അപ്പൊ അങ്ങ് ശരിക്കും മാർക്ക് കിട്ടുന്ന 47, 46.3 മാർക്ക് കിട്ടേണ്ടതായിരുന്നു അല്ലേ? 40 ചുരുങ്ങി എന്താ? അപ്പൊ നമ്മളൊരു നല്ലൊരു അപ്രോച്ചാണോ മോശം അപ്രോച്ചാണോ പരീക്ഷ കോമ്പറ്റീറ്റീവ് എക്സാം? മൈ ഒപ്പീനിയൻ നെഗറ്റീവ് കൺട്രോൾ ചെയ്യാൻ സാധിക്കണം, ഇല്ലെങ്കിൽ ഒരിക്കലും റാങ്ക് ലിസ്റ്റ് നമ്മുടെ മേളിലേക്ക് വരത്തില്ല. ഓക്കെ, ശരി. അടുത്ത് നിങ്ങൾ 5 years എക്സ്പീരിയൻസ്, ക്ലിനിക്കൽ എക്സ്പീരിയൻസ് പറഞ്ഞു. അത് ഹോസ്പിറ്റൽ എവിടെയാണ് ചെയ്തത്? സാർ ഞാൻ പഠിച്ചത് ഇംഗ്ലണ്ടിലായിരുന്നു. അപ്പൊ അവിടെ 1.5 year ഇന്റേൺഷിപ്പ് ആയിട്ടുണ്ടായിരുന്നു. ദെൻ 1 year ഡൽഹിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡൽഹിയിൽ എവിടെ? RLKCN മെട്രോ. അതുകൊണ്ട് എഴുതാമായിരുന്നു. അടുത്ത് 1 year ടീച്ചിങ് എക്സ്പീരിയൻസ് എവിടെയായിരുന്നു? സാർ ഞാൻ എന്റെ ടീച്ചിങ് കരിയർ സ്റ്റാർട്ട് ചെയ്തത് ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലായിരുന്നു. കോളേജ് സൃഷ്ടിച്ചിട്ടുണ്ടോ? സ്പെൻഡിങ് ടൈം വിത്ത് മൈ പെറ്റ്സ്, ഡോഗ്സ്. പട്ടികളുമായിട്ട് സഹവാസം ആരോഗ്യ മേഖല അനുവദനീയമാണ്. എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് പട്ടികളുടെ അടുത്ത് പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, അവരെ വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതായത് എന്നെ നഖം കൊള്ളരുത്, കടി കൊള്ളരുത്, സലൈവ കൊള്ളരുത്. ശരി. വാച്ചിങ് മൂവീസ്. അടുത്ത് താല്പര്യ പ്രവർത്തനങ്ങളും അച്ചീവ്മെന്റ്സ്. മൂവീസ് ആണ് ഇൻട്രസ്റ്റ്? മൂവീസ്, സ്പോർട്സ് ഇല്ല. ശരി. എത്ര സിനിമ കാണും ദിവസം? അങ്ങനെയില്ല സാർ, ലെഷർ ടൈം കിട്ടുമ്പോൾ. ഏറ്റവും അവസാനമുള്ള സിനിമ ഏതാണ്? ലാസ്റ്റ് കണ്ടത് തിയേറ്ററിൽ പോയി കണ്ടത് കാന്താര. ആരാണ് നടൻ? നടൻ ഋഷഭ് ഷെട്ടി. കന്നഡ ഫിലിം ആയിരുന്നു. മലയാളം ട്രാൻസ്ലേഷൻ. ഓക്കെ. സന്നദ്ധ സേവനങ്ങൾ, അനിമൽ റെസ്ക്യൂ. ഞാൻ വെഫ എന്ന് പറഞ്ഞൊരു ആക്ടിവിസ്റ്റ് ഗ്രൂപ്പിൽ ഞാൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഫ്രീ ആയിരുന്ന ടൈമിലെല്ലാം ഞാൻ വോളണ്ടിയർ പോയി. ശരി, കൊള്ളാം. നല്ല കാര്യമാണ്. കാരണം നമ്മൾ ചെയ്യേണ്ടത്. അടുത്ത അഭിലാഷം എന്ന് പറയുന്നത് ജോബ് സെക്യൂരിറ്റി. സാർ അത് ആക്ച്വലി എനിക്ക് എഴുതാൻ സ്പേസ് കുഴപ്പമില്ല. ഞാൻ നിങ്ങൾ എഴുതാൻ വായിച്ചതേ ഉള്ളൂ. അപ്പൊ എഴുതുന്നതിന് കുഴപ്പമില്ല, വായിക്കുന്നതിന് കുഴപ്പം വരരുത്. അടുത്ത് വെൽ പെയ്ഡ്. അടുത്ത് സോഷ്യൽ സ്റ്റാറ്റസ്. എല്ലാം ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആവശ്യമുള്ളതാണ്. Strength is problem solver, good mental agility and honesty and loyalty. ശരി. weakness? Sir, weakness will be I will be very blunt. Means what does it mean? What means if എനിക്ക് ശരിയല്ല എന്ന് കാര്യം നോക്കി സ്ട്രൈറ്റ് ആയി ഞാൻ ആ ഫേസ് നോക്കി പറയും. കറന്റ് ഞാൻ വർക്ക് ചെയ്യുന്നില്ല. എത്ര കാലം വർക്ക് ചെയ്യുന്നില്ല? സാർ ഞാൻ ഒക്ടോബർ 2025 ഒക്ടോബറിലാണ് റിസൈൻ ചെയ്തത്.
അപ്പോൾ നിങ്ങൾ പെറ്റ്സിനെ സ്നേഹിക്കുന്ന ആളാണ്, ഒരുപാട്. നിങ്ങൾ നേഴ്സുമാണ്. അതെ. ഒരു പട്ടി കടിച്ചാൽ, ഡോഗ് ബൈറ്റ് കിട്ടിയാൽ ഫസ്റ്റ് എയ്ഡ് എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് എയ്ഡ്, ഫസ്റ്റ് വി ഹാവ് ടു വാഷ് ദ ഹാൻഡ്സ്. ഏത് പാർട്ടിലാണോ നമുക്ക് ഇഞ്ചുറി ഉണ്ടായിരിക്കുന്നത്, വി ഹാവ് ടു വാഷ് ദാറ്റ് പാർട്ട് thoroughly with soap and water. Then we have to go to the nearest hospital. From there we have to take post exposure prophylaxis. അവിടെ ശരിക്കും ഇങ്ങനെ ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കണം. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലീഡിങ് നിൽക്കുമോ? ബ്ലീഡിങ് നിൽക്കത്തില്ല. അപ്പൊ എന്ത് ചെയ്യും? We have to apply pressure for superficial. അത് പറഞ്ഞില്ലല്ലോ. point. ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കാം. ബ്ലീഡിങ്, പ്രൊഫ്യൂസ് ബ്ലീഡിങ് ആണെങ്കിൽ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്ത ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ ആസാർ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് വാക്സിൻസ് എടുക്കുക. അപ്പോഴേ നേഴ്സിൽ നിന്നും ഞാൻ ആൻസർ പ്രതീക്ഷിക്കുന്ന ലേമൻ പറയും പോലെ അല്ല. ഒരു പട്ടി കടിച്ചാൽ, പട്ടി കടിയേറ്റാൽ നേഴ്സിന്റെ അടുത്ത് വരികയാണ്. കാരണം നേഴ്സ് എപ്പിട്ടുണ്ടെന്ന് വിചാരിക്കും. അല്ല, നിങ്ങളാണ് നേഴ്സ്, നിങ്ങൾ ഇവിടെ തന്നെ സോപ്പുകൾ കഴുകിയിട്ട് നേരെ ആശുപത്രി പോകുന്ന പറയുമോ? ഇല്ല, സോപ്പുകൾ കഴുകണം, ബ്ലീഡിങ് ഉണ്ടോ എന്ന് നോക്കണം, ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ബ്ലീഡിങ് വരാതിരിക്കുന്നത് നിലയ്ക്കാൻ വേണ്ടി ഇന്ന കാര്യം ചെയ്യണം എന്ന് ഒരു അഡ്വൈസ് കൊടുക്കും, അല്ലേ? അപ്പൊ ആ രീതിയിലുള്ള ഒരു ആൻസറാണ് പ്രതീക്ഷിക്കുന്നത്, സിസ്റ്റമാറ്റിക് ആൻസർ, അല്ലേ? ശരി. നമ്മുടെ ബോഡി നോർമൽ ടെമ്പറേച്ചർ, ഹ്യൂമൻ ബോഡി നോർമൽ ടെമ്പറേച്ചർ 35.7 degrees Celsius. ഒരു പിസ്റ്റൻ നമ്പറാണ്. No sir, there is a range up to 30. ഫാരൻഹീറ്റ് പറഞ്ഞാൽ എത്ര വരെ? Sir, it's around 97 degrees Celsius to 98 degrees. 7 Fahrenheit. 97 to 98. 97 degree Fahrenheit to 98 degrees. ഫീവർ ഉണ്ടെന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആകുമ്പോഴാണ് സാധാരണ ഫീവർ ഉണ്ട് എന്ന് Sir, it's more than 99 degree Fahrenheit. More than 99 degree Fahrenheit. ഇവിടെ 97 to 99 വരെ കുഴപ്പമില്ല. 97 to 98 എന്നൊക്കെ പറഞ്ഞത് അല്ലേ? 97 to 98 കുറച്ച് മുമ്പ് പറഞ്ഞത് 98.something. സംതിങ് എന്നൊരു സംഖ്യ ഇല്ല. 98.5. ഏതാണ് സംതിങ് ഇതിൽ വലിയ എത്ര? Sorry. 400 സംതിങ്, 300 സംതിങ്. എന്താണ് സംതിങ് എന്ന് പറയുന്നത്? അവിടെ സിനിമ ഞാൻ ഒരു കണക്ക് അത്യാവുന്ന അതുകൊണ്ട് ചോദിക്കും. ശരി, ഓക്കെ. അത് സാധാരണ ഈ നമ്മുടെ ഈ ഹാർട്ട് ബീറ്റ്സ് എത്ര? നോർമൽ ഹാർട്ട് ബീറ്റ്സ് എത്ര? നല്ല 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 ഹെൽത്തി ആയ ഒരു മനുഷ്യത്തെ 72 beats per minute. 72 beats per minute. 72 ഭയങ്കര ആൻസറാണ്. ആ ഇല്ലെങ്കിൽ പ്രശ്നമാണല്ലേ? No sir, there is a range. നമ്മുടെ കുട്ടികൾ, യൂത്ത്, മധ്യവയസ്കായ ആളുകൾ, വയസ്സായ ആളുകൾ, ഇവർക്കെല്ലാം ഒരു നോർമൽ റേഞ്ച് ഉണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾ സംബന്ധിച്ച് നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് എത്രയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം നല്ല സ്ട്രോങ് ആണെന്ന്. For adults, it's 60 to 80. Up to 80. 60 to 80. 60 to 80. 8 sir. അത് നിങ്ങളുടെ കണക്കനുസരിച്ച് അതാണ് കറക്റ്റ് അല്ലേ? അടുത്ത് ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്. ബ്ലഡ് ഗ്രൂപ്പ് Yes. എത്ര ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്? ഏതൊക്കെ ബ്ലഡ് ഗ്രൂപ്പ്സ് എന്ന് പറയും? 4 types. ഏതൊക്കെ? A, B, AB, O. Then A, factors na B, depend ചെയ്ത് plus positive negative. സ്ട്രോയിൽ പറയണം. എ, B, ബി, AB, O A. group. ഒ ഗ്രൂപ്പ് ഇല്ലേ? എല്ലാം നെഗറ്റീവ് പോസിറ്റീവ് Negative, positive. ഉണ്ട്. ഒരു സാധാരണ നമ്മള് ഈ ബ്ലഡ് ഡൊണേഷൻ ഉണ്ടല്ലോ, നിങ്ങൾ ബ്ലഡ് ബാങ്ക് വർക്ക് വിചാരിക്കും. Okay. ആരുടെയൊക്കെ ബ്ലഡ് എടുക്കാൻ പാടില്ല? ഏതൊക്കെ സാഹചര്യം ബ്ലഡ് എടുത്തുകൂടാ ഒരുപാട് ഇന്ന്? Sir, if they are having any kind of communicable disease, sexually transmitted disease, ഇതിലൊന്നും കമ്മ്യൂണിക്കബിൾ ഡിസീസ്, sexually transmitted disease, HIV, HVSAG, then hepatitis C, hepatitis B, then അത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മതി. ഡിസീസ് ഉള്ള ആളുടെ disease, yes. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മതി, Then anemic adla patients. എടുക്കാൻ പറ്റൂല. അടുത്ത് Then ladies ആണെങ്കിൽ periods കഴിഞ്ഞിട്ട് ഒരു particular time, പറ്റത്തില്ല. 14 days കഴിഞ്ഞിട്ട്. എന്റെ ഹാബിറ്റ് ഞാൻ കംപ്ലീറ്റ് ബ്ലഡ് കൊടുത്തോണ്ടിരിക്കണം എപ്പോഴും. ഇല്ല സർ, അങ്ങനെയുള്ള പ്രോബ്ലം. ഇല്ല up to 3. രാവിലെ ചായ കുടിക്കാൻ പൈസ ഇല്ലെങ്കിൽ ബ്ലഡ് കൊടുക്കാം. അടുത്ത ദിവസം 2 ദിവസം കഴിഞ്ഞിട്ട് ഊണ് കഴിക്കാൻ പൈസ ഇല്ലെങ്കിൽ ബ്ലഡ് കൊടുക്കാം. അങ്ങനെ തോന്നുന്നു. ബ്ലഡ് ഡൊണേഷൻ കഴിഞ്ഞാൽ മിനിമം 90 days ഗ്യാപ്പ് ഇല്ലാതെ നമുക്ക് വീണ്ടും ഡൊണേഷൻ ചെയ്യാം. ആ ശരി. എനിക്ക് ഷുഗർ ഉണ്ടോ ബ്ലഡ് എടുക്കുമോ? ഡയബറ്റിക് പേഷ്യൻസ് ഡൊണേഷൻ ഇല്ല. ഉറപ്പാണോ? അതിന് ചില ക്രൈറ്റീരിയ ഇല്ലേ? Sir, I'm not sure about diabetic. ഇല്ല, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ചോദിക്കണമല്ല. Sorry. ഫ്രീ ആയിട്ട് സംസാരിക്കുക. ഇൻസുലിൻ ഉപയോഗിക്കുന്ന ആളിനെ
ഇഞ്ചക്ഷൻ എടുക്കുന്ന ഇൻസുലിൻ ഉണ്ടല്ലോ, എടുക്കുന്നുണ്ട്, ബ്ലഡ് എടുക്കുമോ? അതാണ് അയാൾ നല്ല തടിയാണ്, നല്ല സ്മാർട്ടാണ്, ബ്ലഡ് എടുക്കാൻ തരാൻ വരികയാണ്. അപ്പൊ അയാൾ ഇൻസുലിൻ അപ്ലൈ ചെയ്യുന്ന ആളാണ്, എടുക്കുന്ന ആളാണ്. എടുക്കാൻ പറ്റുമോ? ഇതൊക്കെ ഒന്ന് ആലോചിച്ച് വെക്കും. ആലോചിച്ചിട്ടില്ല, ആലോചിക്കണം. ശരി. പിന്നെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. നമ്മുടെ ഈ കേരളത്തിലെ ആശുപത്രികളിൽ പലതരം ഹോസ്പിറ്റൽസ് ഉണ്ട്, അതിന്റെ ഹയറാർക്കി എന്ന് പറയാം. Primary health center. ടോപ്പിൽ നിന്ന് ബോട്ടത്തിൽ പറയും. From top to bottom. Top to bottom. Sir, we have tertiary healthcare. Tertiary healthcare. That will be medical college. Medical college, yes. Then secondary will be taluk hospitals and district hospitals. Then when we come to the bottom level, it will be PHC and family health center. Taluk hospital കഴിഞ്ഞിട്ട് district hospital. District hospital. Then bottom level PHC, family health center. CHC ഉണ്ടോ? Community health center. ഉണ്ടോ? PC ഉണ്ടോ? ഉണ്ട് സർ. ഹെൽത്ത് സെന്റർ ഉണ്ടോ? ജനറൽ ഹോസ്പിറ്റൽ എവിടെ വരും? General hospital will be secondary. അപ്പൊ എനിക്ക് കൺഫ്യൂഷനായി. അപ്പോൾ മെഡിക്കൽ കോളേജസ്, tertiary level. ഡിസ്ട്രിക്ട് ഓഫീസേഴ്സ്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, Secondary level. അതിലാണ് ജനറൽ ഹോസ്പിറ്റൽ വരുന്നത്. അതോ വേറെ എന്തെങ്കിലും വരുമോ? താലൂക്ക് ഹോസ്പിറ്റൽ, ജനറൽ ഹോസ്പിറ്റൽ, കോട്ടയത്ത് ജനറൽ ഹോസ്പിറ്റൽ ഉണ്ടോ? അവിടെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ വേറെ ഉണ്ടോ? ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ഉണ്ട്. ഇതൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. ഞാൻ അന്വേഷിക്കുന്ന കാര്യമാണ്, നിങ്ങൾ അന്വേഷിക്കണം. നിങ്ങൾ നേഴ്സാണ്, നിങ്ങൾ അന്വേഷിക്കണം അല്ലേ? ശരി ശരി. തീ കൊണ്ട് ഒരാൾ പൊള്ളലേറ്റാൽ അതിന്റെ ഫസ്റ്റ് എയ്ഡ് എന്താ? തീ പൊള്ളലേറ്റാൽ അപ്പൊ ഇങ്ങനെ പൊള്ളിയിരിക്കുകയാണ്, ഇങ്ങനെ സംഭവം ഇങ്ങനെ ഇരിക്കുക, നിങ്ങളടുത്ത് വരികയാണ്, നിങ്ങൾ നൈബറാണെന്ന് ചോദിച്ചോളൂ. അയാളുടെ തീ പൊള്ളലേറ്റ്, ചൂടുവെള്ളത്തെ വീണ്, അല്ലെങ്കിൽ തീ കൊണ്ട് പൊള്ളലേറ്റ് ഇങ്ങനെ ഇരിക്കുക സംഭവം. ഒരു ഫസ്റ്റ് എയ്ഡ് ആശുപത്രി അത്ര സമയം എടുക്കും. എന്താ കൊടുക്കും ഫസ്റ്റ് എയ്ഡ്? തീ പൊള്ളലിപ്പം വിറ്റ്നസ് ചെയ്യുവാണെങ്കിൽ നിങ്ങളെ മുമ്പേ പൊള്ളി ആൾ നിൽക്കുകയാണ്, നിങ്ങൾ മനസ്സിലായി തീ കൊണ്ടാണ് പൊള്ളിയത്. നിങ്ങൾ നേഴ്സാണ്, നിങ്ങൾ നേഴ്സ് എന്ന നിലയിൽ സ്വാഭാവികം നിങ്ങൾക്ക് അവനോട് മനസ്സാക്ഷി തോന്നും, നിങ്ങൾ എന്തെങ്കിലും ഫസ്റ്റ് എയ്ഡ് കൊടുക്കും. ഫസ്റ്റ് വി ഹാവ് ടു അസസ് ദ ബേൺ. ആദ്യം ബേൺ ഏത് കൈൻഡ് ഓഫ് ബേൺ ആണ്, എന്തുമാത്രം തീ പൊള്ളൽ, നമ്മൾ ബേൺ അസസ് ചെയ്യണം. ശരി, അസസ് ചെയ്യും. എന്തുമാത്രം ബേൺസ് ഉണ്ടായിട്ട്, അത് ഏത് ലെവലിൽ അല്ലെങ്കിൽ എത്ര ഡിഗ്രി ബേൺ ആണ് ഉണ്ടായിട്ടുള്ളത് അസസ് ചെയ്യും. ദെൻ വലിയ ബേൺസ് ആണെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഫസ്റ്റ് എയ്ഡ് ഒന്നും ചെയ്യാനില്ല. 4 ഡിഗ്രി ബേൺസിലൊന്നും ഫസ്റ്റ് എയ്ഡ്സിന് കാര്യമായിട്ട് നമുക്ക് ചെയ്യാനില്ല. ആസാബ് മെഡിക്കൽ എയ്ഡ്സ് കിട്ടുക എന്നുള്ളത്. ഇനി ഫസ്റ്റ് ഡിഗ്രി ഓർ സെക്കൻഡ് ഡിഗ്രി ഒക്കെ ആണെങ്കിൽ വി ഹാവ് ടു അപ്ലൈ cold water. Yes. Or ice pack. And പൊട്ടിച്ചങ്ങോട്ട്. No, we are not. We cannot advise them to break the blister. ആ blister ഒരിക്കലും ബ്രേക്ക് ചെയ്യാനായിട്ട് പറയാൻ പാടില്ല. പിന്നെ കഴിവതും ഇൻഫെക്ഷൻ ഉണ്ടാവാതെ പ്രിവെന്റ് ചെയ്യാം. ഒരു പ്രൊട്ടക്റ്റീവ് പാഡിങ് കൊടുക്കാൻ പറ്റുന്നെങ്കിൽ കവർ ചെയ്യാം. Then we have to take them to hospital. നേച്ചർ അനുസരിച്ച് നമുക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാം. നേച്ചർ അനുസരിച്ചാണ് ഫസ്റ്റ് എയ്ഡ്. ഓക്കേ. പ്രോപ്പറായിട്ട് സ്വദേശം എവിടെയാണ്? എന്റെ സ്വന്തം സ്ഥലം കോട്ടയം. എന്റെ ഹസ്ബൻഡിനെ ഇടുക്കി. കോട്ടയം എങ്ങനെയായി കോട്ടയം പേര് വന്നിട്ടില്ലേ? സർ, കോട്ടയം എന്നുള്ളത് കോട്ടയ്ക്കകം, ഞാൻ കേട്ടിരിക്കുന്നത് അങ്ങനെയാണ്. കോട്ടയ്ക്കകം എന്നായിരുന്നു ആ സ്ഥലത്തിന്റെ പേര്. പറഞ്ഞു ലോകത്താണ് കോട്ടയം എന്നായത്. ഫേവറേറ്റ് ആയിട്ടുള്ള ഹോബി പെറ്റ്സിന്റെ ഒപ്പം സമയം ചെലവഴിക്കാതാണ്. ഏത് പെറ്റാ വീട്ടിലുള്ളത്? എനിക്ക് ഡോഗ്സ് ആണ്. ഡോഗ്സ് ആണുള്ളത്. ഏതൊക്കെ ബ്രീഡാ? ഇൻഡീസ് ആണ്. ഇന്ത്യൻ ബ്രീഡാണ്. ഇന്ത്യൻ ബ്രീഡിനാണ്. എന്താ ഇന്ത്യൻ ബ്രീഡും മറ്റ് ഫോറിൻ ബ്രീഡ് കമ്പയർ ചെയ്യുമ്പോൾ പോസിറ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ളത്? Sir, Indian breeds are very adaptive to our climate changes. They have much higher immunity than other breed dogs, and they are more friendly. And some will say that they are not trainable, but they are trainable actually. ഒരു 5 ഇന്ത്യൻ ബ്രീഡിന്റെ പേര് പറയാം. രാജപാളയം, Indian Pariya, Himalayan Mastiff, Mudul Hound. ചിപ്പിപ്പാറൊക്കെ മിസ് ചെയ്തു. ഇതെല്ലാം പെട്ടെന്ന് പറയാൻ അതാരും ശ്രദ്ധിക്കുക. അതൊക്കെ കുഴപ്പമില്ല. പത്രം വായിക്കാറുണ്ടോ?
തിയേറ്ററിൽ ഓൺലൈനിൽ വായിക്കാറ്. ഓൺലൈനിൽ വായിക്കാറുണ്ട്. മുമ്പ് പുസ്തകം വായിച്ചിരുന്നോ? പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ടായിരുന്നു? സർ വൺസ് അപ്പോൺ എ ടൈം എൻ്റെ സ്കൂൾ ടൈംസിലൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. എന്ത് ടൈപ്സ് ഓഫ് ബുക്സാണ് വായിച്ചിരുന്നത്? മോസ്റ്റ്ലി നോവൽസ് ആയിരുന്നു. ലാസ്റ്റ് ഞാൻ വായിച്ചത് എൻ്റെ ഓർമ്മയിൽ ആടുജീവിതം. ആടുജീവിതമാണ് വായിച്ചല്ലേ? ആടുജീവിതം എഴുതിയാരാ? ബെന്യാമിൻ. അതിന്റെ യഥാർത്ഥ പേര് ഇതാണ് പേര്. സിനിമ ഉണ്ടോ ആടുജീവിതം? കണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? ആക്ച്വലി ബുക്കിൽ വായിച്ച ആദ്യം ബുക്ക് വായിച്ച ഒരാൾക്ക് ഒരിക്കലും ആ മൂവി അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പേപ്പർ വായിക്കുന്നില്ലെന്ന് പറഞ്ഞു. ഒരു സ്റ്റാഫ് നഴ്സ് പേപ്പർ വായിക്കേണ്ട ആവശ്യമുണ്ടോ? സർ ഐ ഡി നോട്ട് മീൻ ദാറ്റ് ഞാൻ പേപ്പർ വായിക്കുന്നില്ല എന്നല്ല. ബേസിക്കലി നമ്മൾ പേപ്പർ വായിക്കുന്നത് നമ്മൾ ന്യൂസ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ന്യൂസ് നമുക്ക് ഏതെങ്കിലും ഒരു മീഡിയത്തിലൂടെ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കത് കൺവീനിയന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഇറ്റ് ഇസ് വെൽ ആൻഡ് ഗുഡ്. ഞാൻ സോഷ്യൽ മീഡിയ തന്നെ യൂസ് ചെയ്യും. സോഷ്യൽ മീഡിയ ന്യൂസ് ചാനൽസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിം ടൈം ലൈവ് ന്യൂസ് തന്നെ കാണാൻ പറ്റും. അപ്പോൾ എല്ലാ അപ്ഡേറ്റ്സും കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാണ്? അപ്ഡേറ്റഡ് ആയിരിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു 4 ദിവസം മുന്നേ എയ്ഡ്സിന്റെ ഒരു പുതിയ മരുന്ന്, ഒരു ഇഞ്ചക്ഷൻ ഇന്നത്തെ ഡേറ്റിന്റെ പ്രത്യേകത എന്താ? So today is 27th of January. What special about it? Republic Day next. Okay, fine. Okay. കാവ്യ, ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, എഴുതിയിട്ടില്ലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്? സർ നിംഹാൻസിൽ വർക്ക് ചെയ്ത സമയത്ത് 3 ഏരിയാസ്, അതിന്റെ 3 ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. സൈക്യാട്രി, ന്യൂറോ സർജറി ആൻഡ് ന്യൂറോളജി. വർക്ക് ചെയ്തിട്ടുണ്ടോ? റൊട്ടേഷൻ വൈസ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. Contract സൈക്യാട്രി ആയിരുന്നു. അല്ല സർ, ഞാൻ അവിടെ പഠിച്ചത്. അപ്പം 1 ഇയർ ഞാൻ കമ്പൽസറി ആയിട്ട് So 1 year ആണോ work ചെയ്തത്? 1 ഇയർ ആണ്. പക്ഷേ കൊറോണ കാരണം ഒരു 6 months കൂടെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനെ 1.5 year അവിടെ തന്നെ ഞാൻ work ചെയ്തത്. ഏത് കോളേജിലെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു? ഏത് കോളേജിലായിരുന്നു? കട്ടപ്പന സെന്റ് ജോൺസ്. സെന്റ് ജോൺസ്. ഏത് സബ്ജക്റ്റ് ആയിരുന്നു പഠിപ്പിച്ചത്? സർ ഫൗണ്ടേഷൻ. പെറ്റ്സിനൊക്കെ ഇഷ്ടമാണ് അല്ലേ? അതെ. സുനോസിസ് എന്താണ് സുനോസിസ്? Zoonosis. So zoonosis means the disease which we get from animals. Animals മനുഷ്യനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസിനെ പറയാം. There are different types of zoonosis. So, what vaccination schedule actually they are following for this dog bite? Dog bite. Sir, mainly ITRV. What is schedule? So schedule, if I am not wrong, that will be day 0, then day 3, day 5, or day 7, and day 14. 14. Can you name some of the schedules? Regimes. Regimen. Intradermal and lateral. No. Actually, root no. The regimen I have not worked. Okay. Foundation പഠിപ്പിച്ചിട്ടുണ്ടല്ലേ? Foundation ഏത് ടോപ്പിക്കാണ് പഠിപ്പിച്ചിരുന്നത്? Foundation first year. First year. Okay. Module. Module ആയിരുന്നു. So choking. Patient choking. What's that? That you will give. Choking. What first aid you will give? So for choking, we can give Helmich manual. How you go from Helmich manual? Helmich manual. No, you can just say. We have to keep the victim in front of us, and we have to grab our hand like this and upward and backward. Yes. So what's the principle that is working there? Helmich manual. What principle is working there? How it will work? Means you are giving some intra-abdominal pressure. Yes. So what is Sir, if there is change in pressure gradient, there will be. Okay. What are the different types of opening the airway? Airway opening. Sir, we have Helmich manual, jaw thrust, and chin lift manual. Okay. Hi. Hi. Okay. So, what is the difference between sterilization and disinfection? Ma'am, both are
we are doing for the purpose of removing the microbes. In sterilization, we will remove the spores, but in disinfection, we cannot remove spores, but we can kill or remove all microorganisms as the spores. Okay. So what are the names? Some congenital heart defects. Congenital heart disease. Basically, cyanotic and cyanotic. And tetralogy of Fallot, then coarctation of aorta, then overriding of aorta, then transposition of blood vessels. Okay. What is GCS? Ma'am, GCS is Glasgow Coma Scale. We are assessing Glasgow Coma Scale for neurology, assessing the neurologic and conscious level of the patient. Okay. What are the components? Components are in GCS, eye response, verbal response, and then motor response. Okay. Which cranial nerve is affected in the Bell's palsy? Bell's palsy affect in the cranial nerve ഏതെന്നാ? Facial nerve, Okay. Number. cranial nerve 7. Okay. How many cranial nerves are there? There are 12. Don't pass. Okay. Good. എങ്ങനെയുണ്ടായിരുന്നു ഇന്റർവ്യൂ കാര്യം? Sorry, I was a bit nervous. ഐ കോണ്ടാക്ട് ഒന്നുകൂടെ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, ദെൻ കുറച്ചുകൂടെ കോൺഫിഡന്റ് ആയ പക്കയാണ്. എനിക്ക് പുള്ളിക്കാരുടെ പ്രസന്റേഷൻ ഇഷ്ടപ്പെട്ടു. ഓക്കെ അല്ലേ? ലവ് ദ വേ. ഓക്കെ, സൗണ്ടിങ് ഒരു അല്പം കൂടിയാണ്. ഓക്കെ, ഒരു സൈഡിൽ സൗണ്ടിങ് ഒരു അല്പം കൂടിയാണ്. പിന്നെ ഒരു പൊടിക്ക് എസ്കേപ്പിസം ഉണ്ട്. ഉത്തരങ്ങൾ പറഞ്ഞ് എസ്കേപ്പ് ആവാനുള്ള ശ്രമമുണ്ട്, അല്ലാതെ കുറച്ചിടത്ത് പ്രസൈസ് ആണ്. ഓക്കെ അല്ലേ? അതൊന്നും നോക്കിക്കോളുക. പിന്നെ റെൻഡിഷൻ രീതിയൊക്കെ ഓക്കെയാണ്. പിന്നെ കഴിയുമെങ്കിൽ ഇംഗ്ലീഷിൽ വരുന്ന ചോദ്യങ്ങൾ ഇംഗ്ലീഷിലും, മലയാളത്തിൽ വരുന്ന ചോദ്യങ്ങൾ മലയാളത്തിൽ മറുപടി പറയാൻ ശ്രമിക്കുക. ഓക്കെ അല്ലേ? കംഫർട്ടബിൾ ഏതാണോ നിങ്ങൾ ഇപ്പോ കംഫർട്ടബിൾ ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആകുക. ഇംഗ്ലീഷ് പറഞ്ഞപ്പോഴും ഫംബിൾ ചെയ്യുന്നുണ്ടാകും. ഓക്കെ, മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ നല്ലത്. ഏറ്റവും കോൺഫിഡന്റ് ഏതാണോ അതിൽ നന്നായിട്ട് പോകാം. ഇപ്പൊ ടെക്നിക്കൽ ടേംസ് പറയുമ്പോൾ മലയാളത്തിൽ സംസാരിക്കുന്നതിൽ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന പ്രശ്നമില്ല. പക്ഷെ ഇംഗ്ലീഷിൽ നിങ്ങൾ തുടങ്ങിയിട്ട് പിന്നെ ഫംബിൾ ചെയ്യുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായി മാറും. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. സാർ പറഞ്ഞ പോലെ തന്നെയാണ്, കോൺഫിഡന്റ് ആണ്, പ്രസന്റ് ചെയ്തു. കുറച്ചുകൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്ത് കുറച്ചുകൂടെ ഒന്ന് ഇംപ്രൂവ് ചെയ്യാം. പിന്നെ നമ്മുടെ ബയോഡേറ്റ ഫോം ഫിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് എഴുതുക. ലൈക്ക് പ്രീവിയസ് ജോബ് എക്സ്പീരിയൻസ് എഴുതുമ്പോൾ എവിടെയാണ്, ഏത് ഏരിയയിലാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതുക. Experience കൗണ്ടിങ് അല്ല, പക്ഷെ നമുക്കത് എഴുതാം. എക്സ്പീരിയൻസ് റൈറ്റ്. പിന്നെ എഴുതിയത് അധികം ചോദ്യം ഉറപ്പായിട്ട് പ്രതീക്ഷിക്കുക. ഓക്കെ അല്ലേ? ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻ വരും. ഇതിനകത്ത് എഴുതുന്ന എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ റെസ്പോൺസിബിൾ ആണ്. ഓക്കെ, പിന്നെ ഫാബിയ ജീന അല്ലേ? മൊത്തത്തില് നിങ്ങളുടെ പ്രസന്റേഷൻ കുഴപ്പമില്ല, കൊള്ളാം. Thank you, sir. Thanks. പക്ഷെ ഞാൻ വ്യക്തമായിട്ടൊന്ന് ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണത്, Yes. അഡ്വൈസ് ആണ്. Yes, sir. അല്പം ആൻസർ പറയുമ്പോൾ സീരിയസ് ആണ്. Yes, sir. ഈ ഫാം ഫില്ലപ്പ് ചെയ്യും, നമ്മുടെ ഒരു ഇൻഫർമേഷൻ ഇതിനകത്ത് ഫില്ലപ്പ് ചെയ്യുമ്പോൾ ഷുഡ് ബി കംപ്ലീറ്റ്. Yes, sir. അതിനകത്ത് വേറെ ഒരു എന്താ പറയുക ഹൈഡിങ് ഫാക്ടർ ഒന്നും വിടാൻ പാടില്ല. 5 years എക്സ്പീരിയൻസ്, ക്ലിനിക്കൽ എക്സ്പീരിയൻസ്, അത് എവിടെയാണ് നമ്മൾ എഴുതണം. ഇൻസ്റ്റിറ്റ്യൂഷൻ സ്പെസിഫിക് ജോലി ഉണ്ടെങ്കിൽ ആ സ്പെസിഫിക് ആയിട്ട് ഡിസ്റ്റിങ്ഷൻ അത് എഴുതണം. ആണ് ടീച്ചിങ് എക്സ്പീരിയൻസ് എവിടെ, അത് നമ്മൾ വ്യക്തമായിട്ട്. അതായത് നിങ്ങൾ ഇത് ആക്ച്വലി ഇത് എന്താണ്, ഇത് നമ്മളെ ഈ ഒരു സ്പീക്കിംഗ് ഇൻഫർമേഷൻ ആണത്. Okay, sir. ഇത് പിന്നെ ഇതിനൊന്നും അങ്ങോട്ട് ചോദിക്കേണ്ട കാര്യമില്ല. പിന്നെ എവിടെയായിരുന്നു പഠിപ്പിച്ചത്, എന്താണ് പഠിപ്പിച്ചത്, അത് ആസ് ഫാർ ആസ് പോസിബിൾ ഈ ഇൻഫർമേഷൻ കംപ്ലീറ്റ് ഷോ ഇൻ ഡീറ്റെയിൽ അല്ലേ? പിന്നെ ഇതിനകത്ത് വീക്ക്നെസ്സും സ്ട്രെങ്തും എഴുതി. നിങ്ങൾ വെറുതെ തോന്നി ഒന്ന് എഴുതി, സമ്മതിച്ചു. പക്ഷെ നമ്മളിപ്പോൾ ഇന്റർവ്യൂവിൽ വന്നിരിക്കുന്നത് നേഴ്സിംഗ് മേഖലയിലാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നേഴ്സിംഗ് മേഖലയിൽ നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ അടുത്ത് ടീച്ചർ പോസ്റ്റ് പോകുന്നില്ല, ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പോകുന്നില്ല, മറ്റൊരു ലിറ്ററേച്ചർ പഠിപ്പിക്കാൻ പോകുന്നില്ല, എഞ്ചിനീയറായിട്ട് പോകുന്നില്ല, വേറെ നിങ്ങൾ പോകുന്നില്ല. പക്ഷെ ആക്ച്വലി യുവർ ഫീൽഡ് ഈസ് നേഴ്സിംഗ്. നേഴ്സിംഗ് മേഖല നിങ്ങളുടെ സ്ട്രെങ്ത്. പിന്നെ അത് പേഴ്സണായിട്ട് വരാം. സ്ട്രെങ്ത് എന്താണ്? നമുക്ക് ചില നമ്മുടേതായ പറയാൻ പറ്റുന്ന ചില കഴിവുകളുണ്ട്, ഇല്ലേ? Yes. അല്ലേ? പിന്നെ ആ കഴിവ്, നമുക്കൊരു ഗോളുണ്ട്, ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്. Yes. നമുക്ക് ഇന്നതാകണം, ഇന്ന രീതിയിൽ നമുക്ക് സമൂഹത്തിൽ സെർവ് ചെയ്യണം. അതിന് എനിക്ക് ഇന്നതായ കഴിവുണ്ട്. ദാറ്റ് ഈസ് അവർ സ്ട്രെങ്ത്. അതിൽ പക്ഷെ അത് എത്താൻ നമുക്ക് നമ്മൾ പിടിച്ചു വലിക്കുന്ന ശക്തികളുണ്ട്, നമ്മളെ ഹാബിറ്റ്, Yes. സാഹചര്യങ്ങളുണ്ട്. അതാണ് വീക്ക്നെസ്. അത് ഷോർട്ട് അനാലിസിസ് എന്ന് പറയും, SWOT. So, യെസ്, സ്ട്രെങ്ത്. strength.
weakness. അത് വേറെ ആർക്കും എടുത്തിടാൻ പറ്റൂല. അത് ഒന്നേ നമ്മൾ എടുത്ത ഡിഗ്രികൾ, അല്ലെങ്കിൽ നമ്മളെടുത്ത ഭാഷാ ശുദ്ധി, അല്ലെങ്കിൽ നമ്മളെടുത്ത കഴിവുകൾ, നമ്മൾ പ്രസന്റ് കഴിവുകൾ, ഇതൊക്കെ നമ്മൾ സ്ട്രെങ്ത് ആണ്. നമ്മൾ ഒരു കാര്യം പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന എബിലിറ്റി പ്രസന്റ് പർട്ടിക്കുലർ മാറ്റർ ഇല്ലേ. അടുത്ത് നമുക്കൊരു നേഴ്സ് എന്ന രീതിയിൽ പോയി നമുക്ക് സാധാരണ ജനങ്ങളോട് നമുക്ക് ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റും. അതിന് എമ്പതി എന്നോ സിമ്പതി എന്നൊക്കെ പറയുമല്ലോ കുറച്ച്. Yes. അത് ആളാക്കി ആക്കൂലെങ്കിലും നമ്മുടെ രീതിയിൽ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ കഴിവാണ്. അത് മറ്റൊരാളുടെ അടുത്ത് മാറ്റാൻ പറ്റൂല. പക്ഷെ ഇത് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ചില വീക്ക്നെസ് ഉണ്ട്. ഒരുപക്ഷെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നമ്മളെ പറ്റൂല. അത് നമ്മുടെ കഴിവില്ല. ചിലപ്പോൾ ഭാഷ ഇംഗ്ലീഷ്, ചിലപ്പോൾ രോഗി എന്തായിരിക്കും, മലയാളി ആയിരിക്കും. നമുക്ക് മലയാളത്തിൽ പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ്, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് നാച്ചുറൽ പോകുമ്പോഴേക്കും. ഇതില്ലായെങ്കിൽ നമുക്ക് പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഒരു ഡിജിറ്റൽ മീഡിയ നമുക്ക് അറിയാത്തതുകൊണ്ട് അത് ഡിജിറ്റലൈസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. വീക്ക്നെസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഓപ്പർച്യൂണിറ്റീസ്, അത് ഇതിനകത്ത് വരുന്നില്ല. നമുക്ക് നമ്മുടെ ഈ സ്ട്രെങ്ത് അനുസരിച്ച് നമുക്ക് എവിടെയൊക്കെ അവസരങ്ങളുണ്ട്, അവസരങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും. ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് എന്താ ത്രെഡ്സ് എത്തിച്ചേരാൻ നാം ശ്രമിക്കാൻ നമുക്കുണ്ടെന്ന തടസ്സങ്ങൾ, ചില പൊളിറ്റിക്സ് ആയിരിക്കാം, അതെങ്ങനെ ഇങ്ങനെയൊക്കെ ചില തടസ്സങ്ങൾ നമുക്ക് വരും അല്ലേ. അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള ഹെൽത്ത് ആയിരിക്കാം. നമ്മൾ പരീക്ഷ സംഭവം പരീക്ഷ നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ നമ്മുടെ ഈ ഹെൽത്ത് ആയിരിക്കാം. അല്ലെങ്കിൽ മെമ്മറി പെട്ടെന്ന് നിൽക്കുന്നില്ല, റീഡിങ് എന്നൊക്കെ ആയിരിക്കാം. എന്ന് പറഞ്ഞാൽ നന്നായി വായിക്കാത്തത് കൊണ്ടോ മറ്റേതിനെ കൊണ്ടോ നമുക്ക് വരാം. ഇതൊക്കെയാണ് നമ്മൾ ത്രെഡ്സ് എന്ന് നമുക്ക് ഉള്ള എതിർപ്പെന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഇതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത് നിങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇത് പ്രീവിയസ് എക്സ്പീരിയൻസ്. നമ്മൾ ഏത് ഇന്റർവ്യൂ പഠിന് പോകുമ്പോഴും നമ്മുടെ മുമ്പിൽ 2 ചോദ്യങ്ങൾ. ഒന്ന്, നമ്മളിപ്പോ എന്തായിരുന്നു അതിനെക്കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ അവർ ചോദിക്കും. നിങ്ങൾ 1 വർഷം പഠിപ്പിച്ചു, 5 വർഷം എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ. അവിടെ നിങ്ങൾ എന്ത് ചെയ്തു എന്നതിനെ കുറിച്ചുള്ള വളരെ വ്യക്തമായ എന്ന് പറയാൻ വളരെ ചുരുക്കി നീറ്റായിട്ട്, അതായത് കോൺഫിഡന്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാനുള്ള കാര്യം കൊണ്ട് വേണം നമ്മൾ ഇന്റർവ്യൂ ഫേസ് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ അവിടെ ഉഴപ്പിയെന്ന് അവർ ചിന്തിക്കും. അവരൊക്കെ ചെയ്തൊന്നും അറിയില്ല എന്നായി കഴിഞ്ഞാൽ നമ്മുടെ ഇന്റർവ്യൂ പഠിച്ചാൽ നമുക്കൊരു നെഗറ്റീവ് തിങ്കിങ് വരും. അടുത്ത് നമ്മളിനി ഇപ്പൊ നിങ്ങൾ ഗവൺമെന്റ് സർവീസിലാണ് ഉദ്ദേശിക്കുന്നത്. ആ ഗവൺമെന്റ് സർവീസ് നമ്മൾ പോയില്ല, പക്ഷെ എന്നാലും നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവണം. അവിടെ എന്നതൊക്കെ ആയിരിക്കും ചെയ്യേണ്ടി വരുന്നത് അല്ലേ. നമുക്ക് അറിയാനുള്ള താല്പര്യം അതിനകത്തുണ്ടാവണം. ഒന്നുകിൽ നമ്മൾ അവിടെ ജോലി ആളോട് ചോദിക്കും, അല്ലെങ്കിൽ എവിടെയും പോയി അന്വേഷിക്കും, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഇത് നെറ്റ് വഴിയോ മറ്റേത് ചോദിക്കും, ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ കൂടെ പഠിച്ചിട്ട് വേണം ഇന്റർവ്യൂവിനെ നമ്മൾ പ്രസന്റ് ആവണം. എന്നാലും നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. പിന്നെ സബ്ജക്ട് പെരിഫറൽ വായനയല്ല, നമ്മൾ എന്തെങ്കിലും കുറച്ച് വായിച്ചു വെച്ചിരുന്നാൽ മാത്രമേ വ്യക്തമായിട്ട്. ഞാൻ നേരത്തെ ബ്ലഡ് എടുക്കുന്നതിനും ചോദിച്ചു അല്ലേ. അവിടെ നമ്മൾ ഈ മേഖലയിൽ നമ്മൾ കുറച്ചധികം മനസ്സിലാക്കണം. പിന്നെ പേപ്പർ വായിക്കാതെ ന്യൂസ്, എനിക്ക് യൂട്യൂബിൽ കിട്ടുന്ന ന്യൂസ് നല്ലതാണ്. അതിന്റെ ചില മെരിറ്റും ഉണ്ട്, ഡിമെരിറ്റും ഉണ്ട്. അറിയാമല്ലോ, കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. നമ്മൾ പത്രം എടുത്താലും നമ്മൾ പത്രം വായിക്കും നമ്മുടെ ഇൻട്രസ്റ്റിംഗ് മേഖല വായിക്കും അല്ലേ. ന്യൂസ് മാത്രം, ന്യൂസ് കോമൺ ന്യൂസ് ഉണ്ട്. ഇതിന് പുറമെ മെഡിക്കൽ ഫീൽഡിലെ ന്യൂസ് വരും അല്ലേ. പുതിയ കാര്യങ്ങൾ വരും. ഇവിടെ ഓരോ നിപ്പ വരുമ്പോഴും കൊറോണ വരുമ്പോഴും ഒക്കെ കൃത്യമായിട്ട് ഇതിന്റെ ന്യൂസ് വന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ നമ്മൾ പത്രം വായിച്ചാൽ മാത്രമേ ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. പിന്നെ പ്രത്യേക ഡേയ്സ്, നേഴ്സസ് ഡേ അറിയാമോ? നേഴ്സസ് ഡേ എന്നാണെന്ന് നേഴ്സസ് ഡേ അറിയാമോ? അത് ആരുടെ ജന്മദിനമാണ് ഈ നേഴ്സസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്? അതാണ് ഹൂ ഈസ് ദ ഫൗണ്ടർ ഓഫ് നേഴ്സ്, എന്താ പറയാ, നേഴ്സസിന് എന്താണ്? നൈറ്റിംഗേൽ അല്ലേ, ഫ്ലോറൻസ് നൈറ്റിംഗേൽ. ഇതൊക്കെ വരുമ്പോൾ ആ ദിവസങ്ങൾ പത്രം വായിക്കുമ്പോൾ ഒരുപാട് ചരിത്രം കിട്ടുമല്ലോ, ഹിസ്റ്ററി കിട്ടും. ഇതാണ് നമ്മൾ വായിക്കേണ്ടത്. ഇതൊക്കെ നമ്മുടെ ഇന്റർവ്യൂ പെർഫോം ചെയ്യണമെങ്കിലും നമുക്ക് പ്രൊഫഷൻ പോകുമ്പോഴേക്കും നമുക്ക് വ്യത്യസ്ത കേസുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ വന്നത് എല്ലാം ഒരുപാട് കേസുകളല്ല. അപ്പൊ വ്യത്യസ്ത കേസുകളിൽ വ്യത്യസ്തമായി റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ വ്യത്യസ്തമായ അറിവുകൾ നമുക്ക് വേണം. മനസ്സിലായില്ലേ? ഇത് നിങ്ങൾ പറഞ്ഞു തരുന്നത് മനസ്സിലായല്ലോ? ശരി, ഓക്കെ, നന്നായിരുന്നു. മൊത്തത്തില് നല്ലൊരു പ്രസന്റേഷൻ ആണ്. പക്ഷെ ഇതൊക്കെ കേട്ടിട്ട് മനസ്സിലാക്കി, ഇതൊക്കെ ഒരു അഡ്വൈസ് ആണ്. നിങ്ങൾ ഒറിജിനൽ ഇന്റർവ്യൂ പോകുമ്പോഴേ ഇതുപോലെ ആയിരിക്കും നിങ്ങൾ. അപ്പൊ അവിടെ പ്രസന്റ് ചെയ്യുന്ന അതിന് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പൊ പറഞ്ഞു തരുന്നത് കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.